കാത്തിരിക്കുന്നവരുടെ കെട്ടുകൾ അഴിയും. നെഹമ്യാവ് സഹോദരനായ ഹനാനിയയിൽ നിന്നും യഹൂദ പുരുഷന്മാരിൽ നിന്നും യെരുശലേം മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നുവെന്നും യെരുശലേമിന്റെ മതിലിടിഞ്ഞു, വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന വർത്തമാനം കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു കാത്തിരുന്നു. നല്ലവനായ ദൈവം അവന്റെ കാര്യം സാധിപ്പിക്കുകയും രാജാവിന് ദയവുണ്ടായി അവനെ യെരുശലേം മതിൽ പണിക്കായി വിട്ടയക്കുകയും 52 ദിവസത്തിനുള്ളിൽ മതിൽ പണിയുവാൻ ദൈവം നെഹമ്യാവിന് ശക്തിയും കൃപയും നൽകുകയും ചെയ്തു. ബാബേൽ പ്രവാസികളുടെ മധ്യേ പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്ത യെഹെസ്കേൽ കാത്തിരുന്നു. ഫലമോ, പുരോഹിതനായ യെഹെസ്കേലിനെ പ്രവാചകനായി ദൈവം മാറ്റി. ഒരു പ്രവചന പുസ്തകം തന്നെ പ്രവാചകന്റെ പേരിൽ വേദപുസ്തകത്തിൽ ഇടം നേടി. കാത്തിരുന്ന യെഹെസ്കേലിനെ ദൈവം തൊട്ടു. ദൈവം തൊട്ടാൽ നീ മറ്റുള്ളവരുടെ മുൻപിൽ കുനിഞ്ഞിരിക്കേണ്ടതായി വരികയില്ല. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. യെഹെസ്കേൽ 2:2. പലരും മാറ്റി നിർത്തിയാലും ദൈവം തൊട്ടാൽ അവർ കുതിച്ചു ചാടി എഴുന്നേൽക്കും. അവൻ ഉണർന്നിരിക്കും. അവരുടെ തല താഴുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവർ ദൈവീയ ശുശ്രൂഷ ചെയ്യുന്നവരാകും. അവരുടെ നാവിനെ ദൈവം സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാക്കി മാറ്റും. ദൈവം തൊട്ടാൽ കഷ്ടതകളാകുന്ന കാർ മേഘങ്ങളെ കീറിമുറിച്ച് കഴുകനെ പോലെ അവർ കുതിച്ചുയരും. ദൈവം തൊട്ടാൽ ഭരണാധികാരികൾക്ക് പോലും കൃപ തോന്നും. യെഹെസ്കേലിനോട് രാജാവിന് കൃപ തോന്നി. ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേൽ ജനം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പ്രവാചകൻ കണ്ടു. കപ്പലിന് കടലിൽ തിരമാലകൾ വർദ്ധിക്കുമ്പോൾ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അപ്പോൾ കപ്പിത്താൻ പായ്മരത്തിൽ കപ്പൽ കെട്ടിയിടും. നാം ആകുന്ന കപ്പലിനെ ചില പായ്മരത്തിൽ സാത്താൻ ബന്ധിച്ചിടും. എന്നാൽ ദൈവത്തിൽ നിന്നും ശക്തി പ്രാപിച്ച ഒരു കപ്പലിനെ ഒരു ശക്തിക്കും കെട്ടിയിടുവാൻ സാധ്യമല്ല. ഒരു പായ്മരത്തിനും നമ്മെ കെട്ടിയിടുവാൻ കഴിയുകയില്ല. കെട്ടിയിടുന്ന എത്ര ശക്തിയുള്ള കയറുകളെയും പൊട്ടിക്കുവാനും അഴിക്കുവാനും ശക്തനാണ് നമ്മുടെ ദൈവം. നിന്റെ കയറ് അഴിഞ്ഞു കിടക്കുന്നു, അതിനാൽ പാമരത്തെ ചുവട്ടിൽ ഉറപ്പിച്ചുകൂടാ, പായ് നിവർത്തിക്കൂടാ. പിടിച്ചു പറിച്ച വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും, മുടന്തരും കൊള്ളയിടും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 23-ാമത് വചനം. സ്വർഗം പകരുന്ന അഭിഷേകത്തെ കെട്ടിയിടുവാൻ ഭൂമിയിലെ യാതൊരു ശക്തിക്കും കഴിയുകയില്ല. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ഒരഭിഷേകമുണ്ട്. അതേത് ശക്തികളെയും ഏത് കയറിനെയും അഴിച്ചു കളയുവാൻ പര്യാപ്തമാണ്. ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ച് ഇരുളിൽ ബന്ധനസ്ഥരായി കെട്ടപ്പെട്ടവരായി കഴിഞ്ഞു. അവരുടെ അവസ്ഥയെക്കുറിച്ച് 107-ാം സങ്കീർത്തനത്തില് പ്രതിപാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നതുമില്ല. 107:10 മുതൽ 12 വരെ. അവർ രക്ഷപ്പെടുവാനായി ഒരു വഴിയും കണ്ടില്ല. അവർക്ക് എല്ലാറ്റിനോടും വെറുപ്പ് തോന്നി. ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ നഷ്ടപ്പെട്ടു. തിന്മ ചെയ്താൽ വരുന്ന ദൈവീയ ശിക്ഷയെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന കയറുകളെ എങ്ങനെ അഴിക്കാം എന്ന പ്രവാചകൻ അവരോട് അരുളപ്പാട് നൽകി. പൂജാഗിരികളിൽ വച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തൻ്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെ വേണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ.
അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും. യെഹെസ്കേൽ 18:6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. അവർ അവരുടെ കഷ്ടതകളിൽ, ബന്ധനങ്ങളിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ച് പറഞ്ഞത്, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞു. 107-ാം സങ്കീർത്തനം 13-14 വചനങ്ങൾ. ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധനത്തിൽ കെട്ടപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങൾ? യേശു പറഞ്ഞു, കെട്ടപ്പെട്ട കഴുതയുടെ കെട്ടുകളെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. കെട്ടുകളെ അഴിച്ച ദൈവസനിൽ കടന്നു വരേണം. നാം ആകുന്ന കപ്പലിനെ ഒരു പായ്മരത്തിലും കെട്ടിയിടുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമുക്ക് അഴിച്ചു കളവാൻ സാധിക്കാത്ത ബന്ധനങ്ങളെ ദൈവം അഴിക്കും. നാം സ്വതന്ത്രരാകും. യേശുവിലുള്ള സാക്ഷാൽ സ്വാതന്ത്ര്യം നാം അനുഭവിക്കും. നാം ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹബക്കൂക്ക് 3:18-19 വചനങ്ങളിൽ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.